അൽഹംദുലില്ലാഹ് മുസ്ലിം സമൂഹത്തിൽ പല ജാതി തോന്നിവാസങ്ങളൊക്കെ പലരുടെ പേരിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ടെങ്കിലും വൃദ്ധസദനത്തിൽ നന്നേ കുറവ് ആളുകളാണ് ഇപ്പോഴും ഉള്ളത്. തവനൂർ വൃദ്ധസദനമടക്കം. കല്യാണത്തിന് താല്പര്യമില്ല, ഞങ്ങൾ ലിവിങ് ടുഗദർ നടത്തും, ഇഷ്ടമുള്ളവനോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കും, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും എന്ന സംസ്കാരം ജീവിതത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട യൂറോപ്പിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ലണ്ടനിലേക്ക് ശ്രദ്ധിക്കണം. ലണ്ടനിലെ പുതിയ അമ്മമാരിൽ 30% ആളുകൾക്കും സ്വന്തം മക്കളുടെ അച്ഛൻ ആരാന്നറിയില്ല എന്നതാണ് കണക്ക്. 100 അമ്മമാരെടുത്ത് പരിശോധിച്ചാൽ 30 ആൾക്കും ആ കുട്ടിയുടെ തന്ത ആരാന്നറിയില്ല. അമേരിക്കയിൽ വ്യാപകമായ രീതിയിൽ വിവാഹപൂർവ്വ പ്രസവങ്ങൾ നടക്കുന്നു. 7ാം ക്ലാസ്സുകാരിയും 8ാം ക്ലാസ്സുകാരിയും പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ ജനസംഖ്യയിൽ 4,80,00,000 ജാരസന്താനങ്ങളുണ്ടെന്നാണ്. 4,80,00,000 തന്താരാന്നറിയാത്ത കുട്ടികളുണ്ട്. ലിവിങ് ടുഗദറല്ലേ, തോന്നിയവനോടൊപ്പം ജീവിക്കല്ലേ, തോന്നിയ കാലം. അത് കഴിഞ്ഞ് എപ്പോഴും വേണമെങ്കിലും അവർ രണ്ടുപേരും ഒരു ബാധ്യതയും ഒരു ബന്ധവുമില്ലാതെ പരസ്പരം യാതൊരുവിധ സഹകരണവും ഇല്ലാതെ തെറ്റിപ്പിരിഞ്ഞ് പോവുകയാണ്. അതിനിടയ്ക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ തന്നെ പലരുമായി സെക്സ് നടത്തിക്കൊണ്ട് അവരുടെ ജീവിതം ആഘോഷിക്കുമ്പോൾ ഇത് ആരുടേതാണെന്ന് തിരിച്ചറിയാത്ത വലിയൊരു പരിമിതി. 30% ആളുകൾക്ക് കുട്ടിയുടെ അച്ഛൻ ആരാന്നറിയില്ല. അമേരിക്കയിൽ 4,80,00,000-ലേറെ ജാരസന്താനങ്ങൾ. ഈ തന്തയില്ലാത്ത കുട്ടികൾ സൃഷ്ടിക്കുന്ന സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ചൂടപ്പം പോലെ അവിടെ വിറ്റുപോകുന്നു. ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായി വിറ്റുപോയൊരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക. പുസ്തകത്തിൻ്റെ പേരെന്നെ തന്തല്ലാത്ത അമേരിക്ക എന്നാണ്. ഫാദർലെസ് അമേരിക്ക. ലിബറലിസം രൂപപ്പെട്ട ഫ്രഞ്ച് വിപ്ലവം നടന്ന ഫ്രാൻസിൽ 98% സ്ത്രീകളും ഏതെങ്കിലും രീതിയിലുള്ള സെക്സ്വൽ ഹറാസ്മെൻറ്റിന് വിധേയരാണ്. ഏതെങ്കിലും രീതിയിലുള്ള തോണ്ടലും പിടിക്കലും കിസ് ചെയ്യലും ഹഗ് ചെയ്യലും വ്യഭിചാരവും ബലാത്സംഗവും ചില്ലറൊന്നുമല്ല, ഏകദേശം എല്ലാ സ്ത്രീകളും. ഈ 99%, 98% എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആളാണ് പിന്നെ കുറവുള്ളത്. അവർ തീരെ പുറത്തൊക്കെ ഇറങ്ങാതെ വല്ല വൃദ്ധരായിട്ട് രോഗികളായി കിടക്കുന്നവരായിരിക്കും.